കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 5th സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? സ്റ്റഡി മെറ്റീരിയൽസ് പഠിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരുപാട് കുട്ടികളായി ഇൻകം ടാക്സ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു മാറ്റർ ചോദിക്കുന്നത് എസ്പെഷ്യലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ആണ്. അവർ എല്ലാ പേപ്പേഴ്സിനും സ്റ്റഡി മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ്. ഈ ഒരു മാറ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. 5th സെമസ്റ്റർ ബികോം സ്റ്റുഡൻസിന് 3 പ്രോബ്ലം പേപ്പേഴ്സ്, നമ്പർ 1 ഇൻകം ടാക്സ്, നമ്പർ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, നമ്പർ 3 അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്. BBA സ്റ്റുഡൻസിന് ഇൻകം ടാക്സ് ഈ പേപ്പേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സിൻ്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 5th സെമസ്റ്റർ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് പഠിക്കാൻ ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, മെഹ്റോത്രയുടെ ബുക്കാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാനുള്ള. അതിൽ എൻറ്റയർ ഡീറ്റെയിൽസ് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പ്രോബ്ലംസ് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് കിട്ടാനും ഏറ്റവും സ്റ്റാൻഡേർഡ് പ്രോബ്ലംസും ഒക്കെ കവർ ചെയ്യുന്നത് മെഹ്റോത്രയുടെ ബുക്ക് തന്നെയാണ്. ബട്ട് ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ അത് കവർ ചെയ്ത് അവസാനിപ്പിക്കാനുള്ള സമയപരിമിതി കൊണ്ട് നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതും നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഒരു നല്ല റെഫറൻസ് ബുക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മെഹ്റോത്രയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ടെക്സ്റ്റ് ബുക്കുകളുടെ കേസിൽ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത്. എക്സാമിന് വേണ്ടിയിട്ട് മാർക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് കിട്ടാൻ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സ് ഇനഫ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിലും ഞാൻ കുട്ടികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം സ്റ്റഡി മെറ്റീരിയലിൽ പ്രോബ്ലംസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുപോലെ തന്നെ മിസ്റ്റേക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഒരു ബെറ്റർ ഒരു സജഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാറ്. ബട്ട് ടാക്സിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എപ്പോഴും നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ഓരോ വർഷത്തെ ബഡ്ജറ്റിൽ വരുന്ന മാറ്റം അനുസരിച്ചിട്ട് ടാക്സിൽ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് 2019 മുതൽ സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 2019-20 അന്ന് അപ്ലോഡ് ചെയ്ത അതേ ടാക്സിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അതല്ലാണ്ട് പുതിയതുണ്ടാവില്ല. അസസ്മെൻ്റ് ഇയറും കാര്യങ്ങളൊക്കെ അന്നത്തെ സെയിം ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഇതിൽ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് 5th സെമസ്റ്ററിൽ 5 ഹെഡ്സ് വരെയാണ്. ഓരോ വർഷവും നമുക്ക് ടാക്സിൻ്റെ സ്ലാബുകളിൽ വ്യത്യാസം വരും. ഇപ്പോൾ നമുക്ക് അടുത്ത അസസ്മെൻ്റ് ഇയറിലേക്ക് പുതിയ ടാക്സ് സ്ലാബ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ലാബിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യമാണ് വരാം. ഇതൊക്കെ നമുക്ക് 6th സെമസ്റ്ററിലാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. 5 ഹെഡ്സിൽ ഈ സ്ലാബുകളുടെ ചേഞ്ചസ് ഒന്നും വരില്ല. നമുക്ക് 5 ഹെഡ്സ് വരെ 5th സെമസ്റ്ററിലെ സിലബസിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ പഴയ സിലബസ് വെച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കോ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളതെങ്കിലും അവിടെ മെയിനായിട്ടൊരു ചേഞ്ച് വരാം. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇൻഡെക്സേഷൻ ഓരോ വർഷം ചേഞ്ച് വരും. ഓരോ വർഷം ഇൻഡെക്സേഷൻ ക്യാപിറ്റൽ ഗെയിനിൽ വ്യത്യാസം വരും. അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഫക്റ്റായിട്ട് പറയാനുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും വ്യത്യാസങ്ങളില്ല 5 ഹെഡ്സിൽ. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യണ സമയത്ത് അസസ്മെൻ്റ് ഇയർ ഇപ്പോഴത്തെയാണ് പറയുക, 2024-25, പ്രീവിയസ് ഇയർ 23-24, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. പ്രോബ്ലത്തിൽ ഇപ്പോൾ പുതിയ ബുക്ക് കിട്ടുമ്പോൾ കാണാൻ സാധിക്കുക, ക്വസ്റ്റ്യനിൽ അങ്ങനെ കിട്ടണു. അതല്ലാണ്ട് ബാക്കി കാര്യങ്ങളിലൊന്നും കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സസും അല്ലെങ്കിൽ ആ ബുക്ക് വെച്ചിട്ട് നിങ്ങളിപ്പോൾ പഠിച്ച് ചിലർ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്.
ആ ബുക്ക് വെച്ച് പഠിച്ച വല്ല പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ടാക്സിൻ്റെ കേസിൽ എല്ലാ വർഷവും മാറ്റങ്ങളുണ്ടെങ്കിലും ഈ സ്ലാബിൻ്റെ വ്യത്യാസങ്ങൾ കൂടുതൽ മാറ്റങ്ങളൊക്കെ വരുന്നത് 6th ആ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ചേഞ്ചസ് ഒക്കെ വരാം. അതല്ലാണ്ട് ബാക്കി പിന്നെ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ഗെയിനിൽ ആ ഇൻഡെക്സേഷനിൽ ചേഞ്ച് ഉണ്ടാവും, ബാക്കിയുള്ളതിലൊന്നും വലിയ വ്യത്യാസമില്ല. എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് എക്സാം ഓറിയൻറ്റഡ് ആണ്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള. അതല്ലാണ്ട് ഓരോ വർഷം ടാക്സിൽ വ്യത്യാസം വരുന്നുണ്ട്, ഒക്കെ ശരിയാണ്. ബട്ട് നമ്മുടെ 5th സിലബസിൽ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള എഫക്റ്റ് വരില്ല. 6th ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എഫക്റ്റ് വരുന്നു. 1-2 ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ്റെ ഏരിയയിൽ മെയിനായിട്ട് വരുന്നു. അതല്ലാണ്ട് വേറെ പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇപ്പോൾ നമുക്കറിയാം ഡിവിഡൻഡ് ഫുള്ളി ടാക്സബിൾ ആണ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമാണ്. വലിയൊരു ബിഗ് ചേഞ്ച് 5th സിലബസിൽ ആക്ച്വലി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്ക് വെച്ചിട്ടാണ് പഠിക്കണേ, ഞാൻ എന്താ ചെയ്യണ്ടേ? പുതിയ മേടിക്കണമെങ്കിൽ മേടിക്കാം. എന്നാലും പറയാണ് ഈ ഇൻഡെക്സേഷൻ ക്യാപിറ്റൽ ഗെയിനിൽ വന്ന ആ ഒരു മാറ്റം അല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ, കഴിഞ്ഞ ടെക്സ്റ്റും ഈ ടെക്സ്റ്റും വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. സോ ദാറ്റ്സ് അബൌട്ട്. നേരെ വെച്ച് 6th ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനൊക്കെ നമുക്കുള്ളതാണ്. അവിടെ നമുക്ക് പുതിയ ടെക്സ്റ്റ് എന്തെങ്കിലും മേടിക്കണം. ഇവിടെ എന്തെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചോളൂ. അപ്പോൾ ബുക്കിനെ പറ്റിയിട്ട് ടാക്സിൻ്റെ കേസിൽ ഒരുപാട് സംശയങ്ങളുണ്ട് കുട്ടികൾക്ക്. എല്ലാ പ്രാവശ്യം ടാക്സ് മാറില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ 5 ഹെഡ്സ് മൊത്തം ഒന്നും അങ്ങനെ മാറിയിട്ടില്ല. ചെറിയൊരു കാര്യം ഇൻഡെക്സേഷനിൽ, അതല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്. ഈ ഒരു സംശയത്തിനുള്ള മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you.